ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു ബാക്കിയാണ്, പാർട്ട് 2 എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ ബൊഗൈൻ വില്ലാസ് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ട്രിമ്മൊക്കെ ചെയ്ത് പ്രൂണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നല്ല കട്ടിങ്സ് നോക്കി നമുക്ക് നടണം. അപ്പോൾ അതാണ് ഇനി അടുത്തൊരു പണി എന്ന് പറയുന്നത്. പിന്നെ ഇടയിൽ ഈ ട്രിം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ ചെടികൾ നമ്മളുടെ ചെറിയ പോട്ടുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലതൊന്നും നമുക്കറിയാം വലിച്ചാലൊന്നും കിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമൊക്കെ ഉണ്ടാകും. നിറയെ എന്താ പറയുക, ഇപ്പോൾ ഒരു വർഷത്തോളമായില്ല ഇപ്പം ഇങ്ങനെ ഇരിക്കണത്, കഴിഞ്ഞ സീസൺ തൊട്ട് ഈ സീസൺ വരെ. അപ്പോൾ നിറയെ വേരുകളൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ചട്ടിയിൽ നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് അടിയിൽ. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇത് ഇറക്കി വെക്കണു. ഇനി വീണ്ടും ആ സൈഡിലൊക്കെ മണ്ണുകൾ ഇട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചെടികളൊക്കെ സെറ്റാവും. അപ്പോൾ അങ്ങനെ ചെറിയ അല്ലാതെ എല്ലാ വേരുകളും മുറിച്ച് കളയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എളുപ്പപ്പണിയാണ്, പിന്നെ അവരങ്ങനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റെമ്മുകളുണ്ടല്ലോ, വെട്ടിയയിൽ നല്ല കട്ടിയുള്ള അത്യാവശ്യം മുളയ്ക്കാൻ ചാൻസ് ഉള്ളത്. പക്ഷേ ഈ ഹൈബ്രിഡ് ആയ കാരണം നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് നമ്മളുടെ. അപ്പോൾ ചില്ലിയും ഐസ്ക്രീമും ചില്ലി യെല്ലോയും ചില്ലി റെഡും അങ്ങനെയുള്ള ചില്ലി വെറൈറ്റീസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ചില്ലി ഐസ്ക്രീം എനിക്ക് ചില്ലി ഐസ്ക്രീമും ചില്ലി റെഡും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കൊമ്പ് കുത്തിയിട്ട് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊന്നും അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കട്ട് ചെയ്തതല്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ അടിച്ചു കൂട്ടി കളയാൻ ഒരു വിഷമം. ഇത്രയും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചില്ലി റെഡിൻ്റെയൊക്കെ ഒരു ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയൊരു പോട്ടിന് തന്നെ 450-500 രൂപയൊക്കെ കൊടുക്കണം. അപ്പോൾ അതെന്തോ അങ്ങനെ കളയാനേ തോന്നിയില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് ഒരടി ഇല്ല അത്രയും ചെറിയ പീസുകൾ ആക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ബാക്കി തുമ്പ് ഇതുകളൊക്കെ കളഞ്ഞു. പിന്നെ നമ്മളുടെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ആ ചേട്ടൻ വന്നിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടിൽ കുറേ ചകിരിച്ചോറും അവരുടെ ആ ഒരു ടൈപ്പ് കമ്പോസ്റ്റായ ഇതുകളൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് മണ്ണ് ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് മിക്സ് ചെയ്ത് അപ്പോൾ അതിലാണ് നടണത്. സാധാരണ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വർഷമൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ മണലിൽ, അതായത് നന്നായി വെള്ളം വാർന്നു പോണ അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് നട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലും വലിയ സക്സസ് റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 100 എണ്ണമൊക്കെ നട്ട് കഴിഞ്ഞ് ഒരു 10 എണ്ണം കിട്ടിയാലായി, അത്രയേ ഉള്ളൂ. പക്ഷെ അതാണെങ്കിലും ഞാൻ വളരെ ചെറിയ കുഞ്ഞു കമ്പുകളാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അവർ വലുതായി വരാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചെറിയ ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരിത്തിരി വലിയ കുറച്ച് അത്രയല്ല, ഒരു 10-25 സെൻറ്റിമീറ്റർ ഇതുള്ളതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ നോർമൽ അധികം വലിയ കെയറിങ് ഒന്നും കൊടുക്കാതെ നോർമൽ നമ്മളുടെ പോട്ടിംഗ് മിക്സ് അതിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എല്ലാം ഒരു ചെറിയ പോട്ടിലാണ്. 6 ഇഞ്ചിൻ്റെ പോട്ടും അല്ലാതെ ഒരു 4 ഇഞ്ചിൻ്റെ പോട്ടം കണ്ടതുകൊണ്ട് എല്ലാതും അതിലാണ് നടുന്നത്. എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം ഒരു അടുത്ത കൊല്ലാകുമ്പോഴേക്കും ആ മണ്ണ് ഫുൾ വേര് പിടിച്ച് കട്ടയായി അതുവരെ അതിൽ നിർത്തിയിട്ട് അതിന് ശേഷം വലിയ വേരൊന്നും ഇളക്കാതെ വലിയ ചട്ടിയിലേക്ക് നടുക എന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ ചെയ്യണത്. ഒരെണ്ണത്തിൽ ഇപ്പോൾ 2 എണ്ണമൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഇനി കട്ട് ചെയ്യുമ്പോൾ ഇനിയും കട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ഉണ്ട് ചെടികൾ നമ്മളുടെ. ഇപ്പോൾ മെയിനായിട്ടുള്ളത് മാത്രമാണ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ, മെയിനായിട്ടുള്ളതും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് കട്ടിങ്സ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയെടുത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല കട്ടിങ്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതും കൊണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ കുത്തി വയ്ക്കും. കാരണം ചിലപ്പോൾ ഇത് പിടിക്കലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 എണ്ണം 3 എണ്ണം നട്ട് കഴിഞ്ഞാലും ഒരു ചട്ടിയിൽ നട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരെണ്ണം പിടിച്ചെങ്കിലായി, ചിലപ്പോൾ അതെല്ലാതും പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ ഹൈബ്രിഡിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു ക്ഷമയില്ലാത്തത് കൊണ്ടും സമയത്തിൻ്റെ കുറവ് കൊണ്ടും ഒരു കാര്യം ചെയ്യുന്നില്ല. അത് ദോഷം ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഇതിൻ്റെ എല്ലാ ഇലകളും കട്ട് ചെയ്ത് കളയണമായിരുന്നു. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ശരിക്കും പറയണമെങ്കിൽ നടാനായിട്ട്. ഇപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞില്ല. പിന്നെ നട്ടതിന് ശേഷം കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ നട്ടതിന് ശേഷം നിങ്ങൾ ഇലകളൊക്കെ കളയുന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് 1-2 ദിവസം കൊണ്ട് തന്നെ അത് കളയണം. ഇല്ലെങ്കിൽ എന്താണ്ടാവുക വെച്ചാൽ അത് പിന്നെ അതൊന്ന് പിടിച്ച് വേരൊന്ന് അതിലൊന്ന് വേരല്ല, അറ്റ്ലീസ്റ്റ് അതൊന്ന് സെറ്റായി മണ്ണിൽ സെറ്റായി വരുമ്പോഴേക്കും അത് നമ്മൾ വെട്ടുമ്പോൾ അത് കടകളകും. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. സത്യത്തിൽ ഞാനത് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പിന്നെ അത് എങ്ങനെയോ അത് മറന്നുപോയി ഇതിൽ.
അപ്പോൾ പതുക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ കട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊക്കെ വാടി ഉണങ്ങി പോകാനുള്ള ചാൻസ്, വാടി വീഴും താഴേക്ക്. പക്ഷേ ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ അവസ്ഥ എന്തായിരിക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഗൻവില്ലയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ എന്താ പറയുക, വൃത്തികെട്ട മഴ ഒന്നും പറയാൻ പറ്റില്ല. ഇത് കണ്ട 2 എണ്ണം ഞാൻ കുറേ നാൾ മുന്നേ, ഒരു 3-4 മാസം മുന്നേ ഇതുപോലെ എപ്പോഴോ കട്ട് ചെയ്തപ്പോൾ അത് കൊണ്ട് കുഴിച്ചിട്ടതാട്ടാ 2 എണ്ണം. ഇത് 2ഉം ചില്ലിയറട്ടാ. അപ്പോൾ അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ മിളകുകളൊക്കെ നടണം. ഇതൊരു മഴയുടെ ഒരു ഇത് നോക്കിയിട്ട് വേണം. അപ്പോൾ ഈ മിളകൊക്കെ നടണ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. അയ്യോ, മഴയായതുകൊണ്ട് എനിക്ക് നടാനൊട്ടും താല്പര്യമില്ല, കാരണം ഇതെല്ലാം ചീഞ്ഞു പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.